ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ സിനിമയിലെ എൻഡ് ടൈമിൽ, അതായത് ഇതിന്റെ ഇങ്ങനെ കഴിഞ്ഞ് ഗോട്ട് എന്ന് എഴുതി കാണിക്കുന്ന തൊട്ട് മുമ്പ് ടൈറ്റിൽ കാർഡ് കാണിക്കാൻ വേണ്ടി കുറച്ച് സംഭവം കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ വെക്കാം. കുറെ ആളുകൾ എന്നോട് അന്ന് റിയാക്ട് ചെയ്യാൻ പറഞ്ഞു. അതിൽ എത്ര 22 സിനിമകൾ എങ്ങനെ ഉണ്ട്, 22-25 സിനിമകൾ കാണിക്കുന്നുണ്ട്. അത് ആദ്യത്തെ നാളെയത്തീർപ്പ് മുതൽ ഇങ്ങോട്ട് ഗോട്ട് വരെയുള്ള 25 സിനിമകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ടൈറ്റിൽ കാർഡ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഗോട്ട് ഇവിടെ ചുമ്മാ കൊടുത്താണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മിക്കവാറും അത് തലപതി എഴുതി കാണിക്കുന്ന സമയത്താണെങ്കിൽ തീപ്പൊരി സാധനമായിരിക്കും. കാരണം ലിയോയിൽ ഇപ്പൊ ഒരു മാർവൽ സ്റ്റൈലിൽ ഒരു സാധനം കാണിച്ചല്ലോ ടൈറ്റിൽ കാർഡ്, നെയിം കാർഡ്. അതൊരു കിടലൻ സാധനമായിരുന്നു. പക്ഷെ അതുക്കും മേലെ പോണ സാധനമാവാൻ സാധ്യതയുണ്ട്. എന്തായാലും അത് എന്താന്നുള്ള ആദ്യം വീഡിയോ വെക്കാം. ഏതൊക്കെ മൂവി അതിലുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. വീഡിയോ ഇതാണ്. ഓ, ഇതൊരു മാരക സാധനം. ജസ്റ്റ് എത്ര ടൈമേ ഉള്ളൂ, ഒരു ഒരു 3-4 സെക്കൻഡ്. എന്നിട്ട് അത് ഏതൊക്കെ സിനിമകൾ നോക്കട്ടോ. സിനിമ ഏതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞ ഞാൻ ഞെട്ടിപ്പോയത്. അത്രയും സിനിമകളുള്ളത്. ആദ്യം മുതൽ നോക്കാം. ആദ്യത്തെ സിനിമ ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നത് നാളെയ തീർപ്പ്, നമ്മുടെ തലപതിയുടെ ഫസ്റ്റ് മൂവി. അത് കഴിഞ്ഞ് പൂവേ ഉനക്കാക. ഈ നാളെയ തീർപ്പിൽ മറ്റേ ബനിനെ കെട്ട് നിൽക്കുന്ന ഒരു സാധനം കേട്ടോ. പൂവേ ഉനക്കാകിലും മറ്റേ റെഡ് ഷർട്ട് ഇട്ടിട്ട് നിൽക്കുന്ന ആ സംഭവം. അടുത്തത് കാതൽക്ക് മര്യാദ. ഈ കാതൽക്ക് മര്യാദ സിനിമയിൽ മറ്റേ സ്റ്റൈൽ വന്നിരുന്നല്ലോ, ഒരു ഇങ്ങനെ വരയുള്ള ടീഷർട്ട്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള, കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള സാധനം. അത് ഇപ്പൊ 3 ഇനി അടുത്ത അത് നോക്കാം. യൂത്തിൽ മറ്റേ തൊപ്പി വെച്ചിട്ടുള്ള സംഭവം, അതും റെഡ് തന്നെ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാല് ബദ്രി നല്ല സൂപ്പർ സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അതിൽ മറ്റേ സൈഡിൽ മറ്റേതൊക്കെ ബാൻഡേജ് ഒക്കെ കൂലി എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ള തലയിക്കെട്ടൊക്കെ കെട്ടിയുള്ള സംഭവം. നെക്സ്റ്റ് തിരുമലയും നല്ല കിണ്ണം കാച്ചിയ സിനിമയാണ്. തിരുമലയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 6 സിനിമയായി. ഇനി 7ാമത്തത് ഗില്ലി അറിയാലോ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു തലപതി ആരാധകരുടെ ഉള്ളിൽ ഫേവറേറ്റ് സിനിമകൾ എടുത്താൽ അതിൽ 5 എടുത്താൽ അതിലൊരു സിനിമ മിക്കവാറും 95% ആളുകൾക്കും ഗില്ലി തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പോക്കിരി എനിക്ക് പേഴ്സണലി ഇതുപോലെ ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അതിൽ ആ ഒരു മാസ് സാധനങ്ങളും ഈ ലാസ്റ്റ് ടൈമിൽ പോലീസുകാരാണെന്ന് അറിയുമ്പോഴുള്ള സംഭവം അതൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ പോക്കിരി. അത് കഴിഞ്ഞാൽ വേട്ടക്കാരൻ. അപ്പോ 9. 10ാമത്തത് കാവലൻ. ഓക്കെ. 11 വേലായുധത്തിലെ മറ്റേ ആ ലാസ്റ്റ് ഒരു മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടല്ലോ, മറ്റേ തലയിൽ മറ്റേ ഇതൊക്കെ ഇട്ടുണ്ട്, ക്യാപ്പുള്ള മറ്റേ സംഭവമൊക്കെ ഇട്ടുണ്ട്. അത് വേലായുധം. പിന്നെ തുപ്പാക്കി. അത് കഴിഞ്ഞാൽ എണ്ണം പോയിട്ടോ, 7, 8, 9 തോന്നുന്നു. തലൈവ, ജില്ല, കത്തി, പുലി. ഈ പുലി ഫ്ലോപ്പ് ആയിരുന്നു. എന്തിനാ കൊടുത്തത് എനിക്കറിയില്ല. അതിന് പകരം വേറെ എത്രയോ സിനിമകൾ ഉണ്ടായിരുന്നു, അതൊന്നും ഇതിന് കൊടുത്തിട്ടില്ല. തെരി, മെർസൽ, ബിഗിൽ, മാസ്റ്റർ, ബീസ്റ്റ്, വാരിസ്, ലിയോ, ഗോട്ട്. എന്റെ അഭിപ്രായം ഇത്ര കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ വാരിസും അതുപോലെ തന്നെ നമ്മളെ പുലിയും ഒഴിവാക്കിയിട്ട് അതിന് പകരം 2 സിനിമകൾ കയറ്റാൻ മതിയായിരുന്നു. ഏതെങ്കിലും നല്ലൊരു കിടലൻ 2 സിനിമകൾ. ഇപ്പൊ ഷാജഹാനോ അല്ലെങ്കിൽ പഴയ തുള്ളാത്തവനും തുള്ളുവോ അങ്ങനത്തെ ഒക്കെ കുറെ കിട്ടുന്ന സിനിമകൾ ഉണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും 2 കൊണ്ടുവന്ന് വെച്ചിരുന്നെങ്കിൽ ഒന്നുകൂടെ പൊളിയായനെ എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും ഇത്രയും സിനിമകൾ 25 സിനിമയാണ് കേട്ടോ. 25 സിനിമകൾ കൂട്ടിച്ചേർത്ത് അതിൽ ആ ലുക്ക്, അവർ ഏകദേശം ആ സ്കെച്ച് അതുപോലെ ചെയ്തിട്ട് മൊത്തത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ആ തോക്ക് ഇങ്ങനെ കറങ്ങി കൈ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ കയ്യിലേക്ക് ഇങ്ങനെ കറങ്ങി തോക്ക് വന്നിങ്ങനെ നിൽക്കുന്ന സാധനം. മിക്കവാറും അതൊട്ടും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തലമതി ആ സാധനം കാണിച്ചു കഴിഞ്ഞാൽ ആലോചിക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നുണ്ട്. ഭയങ്കര രസമായിരിക്കും കേട്ടോ. സീരിയസ്ലി ഭയങ്കര രസമായിരിക്കും. അത് തലപതി എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഏത് നടന്മാർക്ക് ഇപ്പൊ രജനീകാന്തിന്റെ അങ്ങനെ കാണിച്ചാലും ആരത് കാണിച്ചാലും പൊളിയായിരിക്കും. പക്ഷെ രജനീകാന്ത് കുറെ കാലത്ത് അതും പൊളി തന്നെയാണ്. അത് മോശം എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഇത് അതുക്കും മേലെയായിരിക്കും, എല്ലാത്തുക്കും മേലെയായിരിക്കും. അത് ആ ഒരു കാര്യത്തിൽ എന്തായാലും കുറെ കാലങ്ങളായിട്ട് തലപതി എഴുതി കാണിക്കുന്ന ഏകദേശം സ്റ്റൈൽസ് മാറി വന്നെങ്കിലും ഏകദേശം ഒരുപോലെയായിരുന്നു. പക്ഷെ ലിയോ ആ ഒരു ട്രെൻഡ് സെറ്റ് കൊണ്ടുവന്നതിന് ശേഷം ഇപ്പൊ വെങ്കട് പ്രഭു വീണ്ടും നമ്മളെ ഞെട്ടിക്കുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഗോട്ട് എന്ന് എഴുതി കാണിക്കുന്നത് അല്ല, അതാണെങ്കിലും കറക്റ്റ് ആണ് കേട്ടോ. കാരണം സിനിമേന്റെ പേര് മാത്രമായിട്ട് നമ്മൾ ചിന്തിക്കരുത്. തലപതി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, അങ്ങനെയാണല്ലോ. അപ്പൊ തലപതിന്റെ 25 സിനിമകൾ കാണിക്കുന്നു, എന്നിട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നുള്ള ഗോട്ട് എന്ന് കാണിക്കുന്നു. അങ്ങനെ ആയാലും തിരക്കടില്ല.
എന്നുള്ളതും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ രണ്ടാണെങ്കിലും പൊളിയാണ്. സംഗതി പൊളി ഉറപ്പിച്ചിരിക്കുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കരമായിരിക്കും. ഇതെനിക്ക് ഭയങ്കര ഈ ഒരു ട്രെയിലറിൽ തന്നെ എനിക്ക് എന്റെ ഫേവറേറ്റ് പാർട്ട് അതായിരുന്നു. ഭയങ്കര നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളിത് നോട്ടീസ് ചെയ്തിരുന്നോ? ഇത്രയും സിനിമകൾ ഇതിലുണ്ടെന്ന് നോട്ടീസ് ചെയ്തിരുന്നോ? അതോ വെറുതെ ഒരു രസത്തിന് അവരങ്ങനെ തലപതിനെ പല രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ട് കുറെ ഫോട്ടോസ് കൂട്ടി അടുപ്പിച്ച് കാണിച്ചത് മാത്രമാണെന്നാണോ ചിന്തിച്ചിരുന്നത്? ഈ പറഞ്ഞ പോലെ ഇത്രയും സിനിമകളൊക്കെ വെച്ച് ഇങ്ങനെയാണ് ഇതിന്റെ ഐഡിയ എന്നുള്ളത് നിങ്ങൾ ആദ്യമേ നോട്ട് ചെയ്തിരുന്നത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. കൂടുതൽ ആളുകൾ അങ്ങനെ നോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം എനിക്കിപ്പോ ഒരുപാട് ആളുകൾ ഇത് വീഡിയോ അതിന്റെ ആ ഭാഗം മാത്രം അയച്ചു തന്നിട്ട് റിയാക്ഷൻ ചെയ്യാൻ പറയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഒരുപാട് ആളുകൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ എനിക്ക് തന്നെ ഒരു 8-10 ആളുകൾ അയച്ചു തന്നിട്ടുണ്ട്. സോ എന്തായാലും കമന്റ് രേഖപ്പെടുത്തും. പിന്നെ തലപതിയുടെ ഇത്രയും പറഞ്ഞ സിനിമകളിൽ, ഈ 25 സിനിമകളിൽ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ ഏതാണെന്നും ഇതിൽ ഏത് സിനിമ മാറ്റിയിട്ട് അവിടെ മറ്റേത് സിനിമ കൊണ്ടുവരണമായിരുന്നു എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുവരെ കാണാം. കാണുന്നവരെ